ഹബക്കൂക്ക് അധ്യായം 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ. ഹബക്കൂക്ക് 1 അധ്യായം 1 മുതൽ 17 വരെയുള്ള വചനങ്ങൾ. ഹബക്കൂക്ക് പ്രവാചകൻ ദർശിച്ച പ്രവാചകം. യഹോവേ, എത്രത്തോളം ഞാൻ അയ്യം വിളിക്കുകയും നീ കേൾക്കാതിരിക്കുകയും ചെയ്യും? സാഹസ നിമിത്തം ഞാൻ എത്രത്തോളം നിന്നോട് നിലവിളിക്കുകയും നീ രക്ഷിക്കാതിരിക്കുകയും ചെയ്യും? നീ എന്നെ നീതികേട് കാണുമാറാക്കുന്നതും പീഡനം വെറുതെ നോക്കുന്നതും എന്തിന്? കവർച്ചയും സാഹസവും എന്റെ മുമ്പിലുണ്ട്. കലഹം നടക്കുന്നു, ശണ്ഠയുള്ളവയായി വരും. അതുകൊണ്ട് ന്യായപ്രമാണമയഞ്ഞിരിക്കുന്നു. ന്യായം ഒരു നാളും വെളിപ്പെട്ടു വരുന്നതുമില്ല. ദുഷ്ടൻ നീതിമാനെ വളഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് ന്യായം വക്രതയായി വെളിപ്പെട്ടു വരുന്നു. ജാതികളുടെ ദൃഷ്ടി വെച്ച് നോക്കുവിൻ, ആശ്ചര്യപ്പെട്ട് വിസ്മയിപ്പീൻ. ഞാൻ നിങ്ങളുടെ കാലത്തൊരു പ്രവൃത്തി ചെയ്യും, അത് വിവരിച്ചു കേട്ടാൽ നിങ്ങൾ വിശ്വസിക്കയില്ല. ഞാൻ ഉഗ്രതയും വേഗതയുമുള്ള ജാതിയായ കൽദരെ ഉണർത്തും. അവർ തങ്ങളുടെ അല്ലാത്ത വാസസ്ഥലങ്ങളെ കൈവശമാക്കേണ്ടതിന് ഭൂമണ്ഡലത്തിൽ നീളെ സഞ്ചരിക്കുന്നു. അവർ ഘോരവും ഭയങ്കരവുമായുള്ളവർ. അവരുടെ ന്യായവും ശ്രേഷ്ഠതയും അവരിൽ നിന്ന് തന്നെ പുറപ്പെടുന്നു. അവരുടെ കുതിരകൾ പുള്ളിപ്പുലിയേക്കാൾ വേഗതയും വൈകുന്നേരത്തെ ചെന്നായേക്കാൾ ഉഗ്രതയുമുള്ളവ. അവരുടെ കുതിരച്ചേവകർ ഗർവിച്ചോടിക്കുന്നു. അവരുടെ കുതിരച്ചേവകർ ദൂരത്തു നിന്ന് വരുന്നു. തിന്മാൻ ബന്ധപ്പെടുന്ന കഴുകിനെ പോലെ അവർ പറന്നു വരുന്നു. അവർ ഏവരും സംഹാരത്തിനായി വരുന്നു. അവരുടെ മുഖം മുമ്പോട്ട് ബന്ധപ്പെടുന്നു. അവർ മണൽ പോലെ ബന്ധന്മാരെ പിടിച്ചേർക്കുന്നു. അവർ രാജാക്കന്മാരെ പരിഹസിക്കുന്നു. പ്രഭുക്കന്മാർ അവർക്ക് ഹാസ്യമായിരിക്കുന്നു. അവർ ഏത് കോട്ടയും കുറിച്ച് ചിരിക്കുന്നു. അവർ മണ്ണ് കുനിച്ച് അതിനെ പിടിക്കും. അന്ന് അവൻ കാറ്റുപോലെ അടിച്ചു കടന്ന് അതിക്രമിച്ച് കുറ്റക്കാരനായി തീരും. സ്വന്തം ശക്തിയല്ലോ അവന് ദൈവം. എന്റെ ദൈവമായ യഹോവേ, നീ പുരാതനമേ, എന്റെ പരിശുദ്ധനല്ലയോ? ഞങ്ങൾ മരിക്കയില്ല. യഹോവേ, നീ അവനെ ന്യായവിധിക്കായി നിയമിച്ചിരിക്കുന്നു. പാറയായുള്ളവേ, ശിക്ഷയ്ക്കായി നീ അവനെ നിയോഗിച്ചിരിക്കുന്നു. ദോഷം കണ്ടുകൂടാത്തവണ്ണം നിർമ്മല ദൃഷ്ടിയുള്ളവനും പീഡനം കാണുവാൻ കഴിയാത്തവനുമായുള്ളവേ, ദ്രോഹം പ്രവർത്തിക്കുന്നവരെ നീ വെറുതെ നോക്കുന്നതും ദുഷ്ടൻ തന്നിലും നീതിമാനായവനെ വിഴുങ്ങുമ്പോൾ നീ മിണ്ടാതിരിക്കുന്നതും, മനുഷ്യരെ സമുദ്രത്തിലെ മത്സ്യങ്ങളെ പോലെയും അധിപതിയില്ലാത്ത ഇരജാതികളെ പോലെയും ആക്കുന്നത് എന്ത്? അവൻ അവയൊക്കെയും ചൂണ്ടൽ കൊണ്ട് പിടിച്ചെടുക്കുന്നു. അവൻ വല കൊണ്ട് അവയെ വലിച്ചെടുക്കുന്നു. കോരുവലയിൽ ചേർത്ത് കൊള്ളുന്നു. അതുകൊണ്ട് അവൻ സന്തോഷിച്ച് ആനന്ദിക്കുന്നു. അത് ഹേതുവായി അവൻ തന്റെ വലയ്ക്ക് ബലി കഴിക്കുന്നു. കോരുവലയ്ക്ക് ധൂപം കാട്ടുന്നു. അവയിലല്ലോ അവന്റെ ഓഹരി പുഷ്ടിയുള്ളതും അവന്റെ ആഹാരം പൂർത്തിയുള്ളതുമായി തീരുന്നത്. അത് നിമിത്തം അവൻ തന്റെ വല കുടഞ്ഞ് ജാതികളെ ആദരിക്കാതെ നിത്യം കൊല്ലുവാൻ പോകുമോ? ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാവുന്നു. ബാർക്കുമോ. ഹബക്കൂക്ക് 2 അധ്യായം 1 മുതൽ 20 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ കൊത്തളത്തിൽ നിന്ന് കാവൽ കാത്തുകൊണ്ട് അവൻ എന്നോട് എന്തരുളി ചെയ്യും എന്നും എന്റെ ആവലാതി സംബന്ധിച്ച് ഞാൻ എന്തുത്തരം പറയേണ്ടി എന്നും കാണേണ്ടതിന് ദൃഷ്ടി വെക്കും. യഹോവ എന്നോട് ഉത്തരം അരുളിയത്, നീ ദർശനം എഴുതുക, ഓടിച്ചു വായിപ്പാൻ തക്കവണ്ണം അത് പലകയിൽ തെളിവായി വരയ്ക്കുക. ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്നു. അത് സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. സമയം തെറ്റുകയുമില്ല. അത് വൈകിയാലും അതിനായി കാത്തിരിക്ക. അത് വരും നിശ്ചയം, താമസിക്കുകയുമില്ല. അവന്റെ മനസ്സ് അവനിൽ അഹങ്കരിച്ചിരിക്കുന്നു. അത് നേരുള്ളതല്ല. നീതിമാനോ വിശ്വാസത്താൽ ജീവിച്ചിരിക്കും. വീഞ്ഞ് വിശ്വാസപാതകനാകുന്നു. അഹമതിയുള്ള പുരുഷൻ നിലനിൽക്കയില്ല. അവൻ പാതാളം പോലെ വിസ്താരമായി വാ പിളർക്കുന്നു. മരണം പോലെ തൃപ്തിപ്പെടാതെയും ഇരിക്കുന്നു. അവൻ സകല ജാതികളെയും തന്റെ അടുക്കൽ കൂട്ടി സകല വംശങ്ങളെയും തന്റെ അടുക്കൽ ചേർക്കുന്നു. അവർ ഒക്കെയും അവനെ കുറിച്ചൊരു സദൃശ്യവും അവനെ കുറിച്ച് പരിഹാസമായുള്ള ഒരു പഴഞ്ചൊല്ലും ചൊല്ലി തന്റേതല്ലാത്തത് വർദ്ധിപ്പിക്കുകയും എത്രത്തോളം പണയം പണ്ടം ചുമന്ന് കൂട്ടുകയും ചെയ്യുന്നവനയ്യോ കഷ്ടം എന്ന് പറയുകയില്ലയോ? നിന്റെ കടക്കാർ പെട്ടെന്ന് എഴുന്നേൽക്കുകയും നിന്നെ
ബുദ്ധിമുട്ടിക്കുന്നവർ ഉണരുകയും നീ അവർക്ക് കൊള്ളതായി തീരുകയും ഇല്ലയോ? നീ പല ജാതികളോടും കവർച്ച ചെയ്തതുകൊണ്ട് ജാതികളിൽ ശേഷിപ്പുള്ളവരെയൊക്കെയും മനുഷ്യരുടെ രക്തനിമിത്തവും നീ ദേശത്തോടും നഗരത്തോടും അതിന്റെ സകല നിവാസികളോടും ചെയ്ത സാഹസനിമിത്തവും നിന്നോടും കവർച്ച ചെയ്യും. അനർത്ഥത്തിൽ നിന്ന് വിടിയിക്കപ്പെടുവാൻ തക്കവണ്ണം ഉയരത്തിൽ കൂടി വെക്കേണ്ടതിന് തന്റെ വീടിനു വേണ്ടി ദുരിതായം ആഗ്രഹിക്കുന്നവന് അയ്യോ കഷ്ടം. പല ജാതികളെയും ഛേദിച്ച് കളഞ്ഞതിനാൽ നീ നിന്റെ വീടിന് ലജ്ജ നിരൂപിച്ച് നിന്റെ സ്വന്തം പ്രാണനോട് പാപം ചെയ്തിരിക്കുന്നു. ചുവരിൽ നിന്ന് കല്ല് നിലവിളിക്കുകയും മരപ്പണിയിൽ നിന്ന് തുലാം ഉത്തരം പറയുകയും ചെയ്യുമല്ലോ. രക്തപാതകം കൊണ്ട് പട്ടണം പണിയുകയും നീതി കൊണ്ട് നഗരം സ്ഥാപിക്കുകയും ചെയ്യുന്നവന് അയ്യോ കഷ്ടം. ജാതികൾ തീക്കിരയാകുവാൻ അധ്വാനിക്കുന്നതും വംശങ്ങൾ വെറുതെ തളർന്നു പോകുന്നതും സൈന്യങ്ങളുടെ യഹോവയുടെ ഹിതത്താൽ അല്ലയോ? വെള്ളം സമുദ്രത്തിൽ നിറഞ്ഞിരിക്കുന്നത് പോലെ ഭൂമിയെ ഹോടമൗത്തത്തിന്റെ പരിജ്ഞാനത്താൽ പൂർണ്ണമാകും. കൂട്ടുകാരുടെ നഗ്നത കാണേണ്ടതിന് അവർക്ക് കുടിപ്പാൻ കൊടുക്കുകയും നഞ്ചു കൂട്ടിക്കലർത്തി ലഹരി പിടിപ്പിക്കുകയും ചെയ്യുന്നവന് അയ്യോ കഷ്ടം. നിനക്ക് മൗത്തം കൊണ്ടല്ല ലജ്ജ കൊണ്ട് തന്നെ പൂർത്തി വന്നിരിക്കുന്നു. നീയും കുടിക്കുക, നിന്റെ അഗ്രചർമ്മം അനാവൃതമാക്കുക. യഹോവയുടെ വലം കൈയിലെ പാനപാത്രം നിന്റെ അടുക്കൽ വരും. മഹത്വത്തിന് പകരം നിനക്ക് അവമാനം ഭവിക്കും. മനുഷ്യരുടെ രക്തവും ദേശത്തോടും നഗരത്തോടും അതിന്റെ സകല നിവാസികളും ചെയ്ത സാഹസവും ഹേതുവായി ലെബാനോനോട് ചെയ്ത ദ്രോഹവും മൃഗങ്ങളെ പേടിപ്പിച്ച സംഹാരവും നിന്നെ മൂടും. പണിക്കാരൻ ഒരു ബിംബത്തെ കൊത്തിയുണ്ടാക്കുവാൻ അതിനാലോ? പണിക്കാരൻ വ്യാജം ഉപദേശിക്കുന്ന വാർപ്പ് വിഗ്രഹത്തിൽ ആശ്രയിച്ചുകൊണ്ട് ഊമാൻ മിഥ്യാമൂർത്തികൾ ഉണ്ടാക്കുവാൻ അതിനാലോ എന്ത് പ്രയോജനം ഉള്ളൂ? മരത്തോട് ഉണരുക എന്നും ഊമക്കല്ലിനോട് എഴുന്നേൽക്ക എന്നും പറയുന്നവനയ്യോ കഷ്ടം. അതുപദേശിക്കുമോ? അത് പൊന്നും വെള്ളിയും പൊതിഞ്ഞിരിക്കുന്നു, അതിന്റെ ഉള്ളിൽ ശ്വാസം ഒട്ടുമില്ലല്ലോ. എന്നാൽ യഹോവ തന്റെ വിശുദ്ധ മന്ദിരത്തിലുണ്ട്, സർവഭൂമിയും അവന്റെ സൈന്യതയിൽ മൗനമായിരിക്കട്ടെ. ദൈവമേ, സ്തുതി നിനക്ക് യോഗ്യമാവുന്നു. ബാധിക്കുമോ? ഹബക്കൂക്ക് 3-ാം അധ്യായം 1 മുതൽ 19 വരെയുള്ള വാക്യങ്ങൾ. വിപ്രരാഗത്തിൽ ഹബക്കൂക്ക് പ്രവാചകന്റെ ഒരു പ്രാർത്ഥനാ ഗീതം. യഹോവേ, ഞാൻ നിന്റെ കേൾവി കേട്ട് ഭയപ്പെട്ടുപോയി. യഹോവേ, ആണ്ടുകൾ കഴിയും മുമ്പേ നിന്റെ പ്രവൃത്തിയെ ജയിപ്പിക്കണമേ. ആണ്ടുകൾ കഴിയും മുമ്പേ അതിനെ വെളിപ്പെടുത്തണമേ. ക്രോധത്തെങ്കിൽ കരുണ ഓർക്കണമേ. ദൈവം തേമാനിൽ നിന്നും പരിശുദ്ധൻ പാറാൻ പർവ്വതത്തിൽ നിന്നും വരുന്നു. അവന്റെ പ്രഭ ആകാശത്തെ മൂടുന്നു. അവന്റെ സ്തുതിയാൽ ഭൂമി നിറഞ്ഞിരിക്കുന്നു. സൂര്യപ്രകാശം പോലെ ഒരു ശോഭ ഉളവായി വരുന്നു. കിരണങ്ങൾ അവന്റെ പാശത്തു നിന്ന് പുറപ്പെടുന്നു. അവിടെ അവന്റെ വല്ലഭത്വം നിറഞ്ഞിരിക്കുന്നു. മഹാമാരി അവന്റെ മുമ്പിൽ നടക്കുന്നു. ജ്വാരാഗ്നി അവന്റെ പിന്നാലെ ചെല്ലുന്നു. അവൻ നിന്ന് ഭൂമിയെ കുലുക്കുന്നു. അവൻ നോക്കി ജാതികളെ ചിതറിക്കുന്നു. ശ്വാസത പർവ്വതങ്ങൾ പിളർന്നു പോകുന്നു. പുരാതന ഗിരികൾ വണങ്ങി വീഴുന്നു. അവൻ പുരാതന പാതകളിൽ നടക്കുന്നു. ഞാൻ കൂസാന്റെ കൂടാരങ്ങളെ അനർത്ഥത്തിൽ കാണുന്നു. മിദ്യാൻ ദേശത്തിലെ തിരശീലകൾ വിറയ്ക്കുന്നു. യഹോവ നദികളോട് നീരസപ്പെട്ടിരിക്കുന്നുവോ? നിന്റെ കോപം നദികളുടെ നേരെ വരുന്നുവോ? നീ കുതിരപ്പുറത്തും ജയരഥത്തിലും കയറിയിരിക്കുക. നിന്റെ കോപം സമുദ്രത്തിന്റെ നേരെ ഉള്ളതോ? നിന്റെ വില്ലും മുറ്റും അനാവൃതവുമായിരിക്കുന്നു. വചനത്തിന്റെ ബന്ധനങ്ങൾ ആണകളോട് കൂടിയിരിക്കുന്നു. നീ ഭൂമിയെ നദികളാൽ പിളർക്കുന്നു. പർവ്വതങ്ങൾ നിന്നെ കണ്ടുവിറയ്ക്കുന്നു. വെള്ളത്തിന്റെ പ്രവാഹം കടന്നു പോകുന്നു. ആഴി മുഴക്കം പുറപ്പെടുവിക്കുന്നു. ഉയരത്തിലേക്ക് കൈ ഉയർത്തുന്നു. നിന്റെ അസ്ത്രങ്ങൾ പായുന്ന പ്രകാശത്തെങ്കിലും
മിന്നിച്ചാടുന്ന കുന്തത്തിന്റെ ശോഭയെങ്കിലും സൂര്യനും ചന്ദ്രനും സ്വഗൃഹത്തിൽ നിൽക്കുന്നു. ക്രോധത്തോടെ നീ ഭൂമിയിൽ ചവിട്ടുന്നു, കോപത്തോടെ ജാതികളെ മെതിക്കുന്നു. നിന്റെ ജനത്തിന്റെ രക്ഷയ്ക്കായിട്ടും നിന്റെ അഭിഷക്തന്റെ രക്ഷയ്ക്കായിട്ടും നീ പുറപ്പെടുന്നു. നീ ദുഷ്ടന്റെ വീട്ടിൽ നിന്നും ആധായം തകർത്ത് അടിസ്ഥാനത്തെ കഴുത്തോളം അനാവൃതമാക്കുന്നു. നീ അവന്റെ കുന്തങ്ങൾ കൊണ്ട് അവന്റെ യോദ്ധാക്കളുടെ തല കുത്തി തുളയ്ക്കുന്നു. എന്നെ ചിതറിക്കേണ്ടതിന് അവർ ചുഴലിക്കാറ്റുപോലെ വരുന്നു. എളിവനെ മറവിൽ വെച്ച് വിഴുങ്ങുവാൻ പോകുന്ന പോലെ അവർ ഉല്ലസിക്കുന്നു. നിന്റെ കുതിരകളോട് കൂടെ നീ സമുദ്രത്തിൽ പെരുവെള്ളക്കൂട്ടത്തിൽ തന്നെ നടക്കൊള്ളുന്നു. ഞാൻ കേട്ട് എന്റെ ഉദരം കുലുങ്ങിപ്പോയി, മുഴക്കം ഹേതുവായി എന്റെ അധരം വിറച്ചു. അവൻ ജനത്തെ ആക്രമിപ്പാൻ പുറപ്പെടുമ്പോൾ കഷ്ടദിവസത്തിൽ ഞാൻ വിശ്രമിച്ചിരിക്കേണ്ടതുകൊണ്ട് എന്റെ അസ്ഥികൾക്ക് ഉരുക്കം തട്ടി ഞാൻ നിന്ന നിലയിൽ വിറച്ചുപോയി. അത്തിവൃക്ഷം തളർക്കയില്ല, മുന്തിരിവള്ളിയിൽ അനുഭവമുണ്ടാകുകയില്ല. ഒലിവുമരത്തിന്റെ പ്രയത്നം നിഷ്ഫലമായി പോകും. നിലങ്ങൾ ആഹാരം വിളയിക്കയില്ല. ആട്ടിൻകൂട്ടം തൊഴുത്തിൽ നിന്ന് നശിച്ചു പോകും. ഗോശാലയിൽ കന്നുകാലി ഉണ്ടായിരിക്കയില്ല. എങ്കിൽ ഞാൻ യഹോവയിൽ ആനന്ദിക്കും, എന്റെ രക്ഷയുടെ ദൈവത്തിൽ ഘോഷിച്ചുല്ലസിക്കും. യഹോവയായ കർത്താവ് എന്റെ ബലമാകുന്നു. അവൻ എന്റെ കാൽ പേടമാൻ കാലുപോലെ ആക്കുന്നു. ഉന്നതികളിന്മേൽ എന്നെ നടക്കുമാറാക്കുന്നു. ദൈവമേ, സ്തുതിക്ക് യോഗ്യമാകുന്നു. മാറിക്കുമോ?